നമസ്കാരം. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ വീണ്ടും ഉലച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ വീണ്ടും വലിയ പിളർപ്പ്. പാർട്ടിയുടെ ആകെ 9 ലോക്സഭാ അംഗങ്ങളിൽ 6 പേർ പ്രത്യേക ഗ്രൂപ്പായി പിരിഞ്ഞ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകി. ബുധനാഴ്ച സ്പീക്കറെ നേരിട്ട് കണ്ടാണ് ഇവർ കത്ത് സമർപ്പിച്ചത്. ലോക്സഭയിൽ തങ്ങളുടെ പുതിയ ഗ്രൂപ്പിന് പ്രത്യേക ബ്ലോക്കായി സ്പീക്കർ ഓം ബിർള അംഗീകാരം നൽകിയതായി വിമത എംപിമാർ അവകാശപ്പെടുന്നുണ്ട്. ഈ 6 എംപിമാരും ഉടൻ തന്നെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ നയിക്കുന്ന ഔദ്യോഗിക ശിവസേനയിൽ ചേരുമെന്നാണ് സൂചനകൾ. സ്വകാര്യ വിമാനങ്ങളിൽ മുംബൈ, പൂനെ, നന്ദേഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഡൽഹിയിലെത്തിയ വിമത എംപിമാരെ ഷിൻഡെ പക്ഷത്തെ ഒരു മുതിർന്ന നേതാവാണ് സ്പീക്കറുടെ അടുത്തേക്ക് അനുഗമിച്ചത്. ഒമ്രാൻജെ നിംബാൽക്കർ, സഞ്ജയ് ദീന പട്ടേൽ, സഞ്ജയ് ദേശ്മുഖ്, നാകേഷ് അഷ്ടികർ എന്നിവരുൾപ്പെടെ 6 എംപിമാരാണ് വിമത പക്ഷത്തുള്ളതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 9 എംപിമാരിൽ അരവിന്ദ് സാവന്ത്, അനിൽ ദേശായി, രാജാഭവ് വാജെ എന്നീ 3 പേർ മാത്രമാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നത്. അതേസമയം വിമതരെ അയോഗ്യരാക്കാൻ ഉദ്ധവ് പക്ഷം നീക്കം നടത്തുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ വീണ്ടും രാഷ്ട്രീയ പ്രതിസന്ധി കടുത്തതോടെ ഉദ്ധവ് താക്കറെ പക്ഷം ശക്തമായ പ്രതിരോധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വിമത എംപിമാർ രൂപീകരിച്ച ഒരു ഗ്രൂപ്പിനും അംഗീകാരം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് സഞ്ജയ് റാവത്ത്, അരവിന്ദ് റാവത്ത്, സനിൽ ദേശായി എന്നിവരടങ്ങുന്ന UBT സംഘം സ്പീക്കറെ കണ്ട് നേരിട്ട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന് മുന്നോടിയായി പാർലമെന്ററി പാർട്ടി നേതാവ് അരവിന്ദ് സാവന്ത് സ്പീക്കർക്ക് കത്തയച്ചിരുന്നു. പാർട്ടി വിട്ടുപോകുന്ന എംപിമാരുടെ യാതൊരുവിധ അവകാശവാദങ്ങളും അംഗീകരിക്കരുത് എന്നാണ് കത്തിലെ ആവശ്യം. ഇതുകൂടാതെ വ്യാഴാഴ്ച രാവിലെ 11-ന് ഡൽഹിയിൽ അടിയന്തര പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുകയും എല്ലാ എംപിമാരും നിർബന്ധമായും പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ച് ചീഫ് വിപ്പ് അനിൽ ദേശായി വിപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുക്കാത്തവർക്കെതിരെ അയോഗ്യത ഉൾപ്പെടെയുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കാനാണ് നീക്കം. എംപിമാരെ അനുനയിപ്പിക്കാൻ പാർട്ടി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയും ഡൽഹിയിലെത്തിയേക്കും. അതേസമയം വിമതരെ കോടികൾ നൽകി വിലക്കെടുത്തതെന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത്. പിളർപ്പ് വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട ശിവസേന UBT നേതാവും MPയുമായ സഞ്ജയ് റാവത്ത് കടുത്ത ഭാഷയിലാണ് വിമതർക്കെതിരെ പ്രതികരിച്ചത്. ഓരോ MPയെയും വിലക്കെടുക്കുവാൻ 15 കോടി രൂപ വീതമാണ് നൽകിയതെന്ന് റാവത്ത് ആരോപിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് വിമത MPമാർക്കെതിരെ അദ്ദേഹം കടുത്ത ഭാഷയിൽ പ്രതികരണം നടത്തി. തന്റെ വാക്കുകൾ സെൻസർ ചെയ്യാതെ വാർത്തകളിൽ നൽകണമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. ഇവർ വഞ്ചകരാണെന്നും വഞ്ചന ഇവരുടെ രക്തത്തിലുള്ളതാണെന്നും റാവത്ത് പറഞ്ഞു. തന്റെ മോശം ഭാഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറാത്തിയിൽ ഇത്തരം വാക്കുകൾ സാധാരണമാണെന്നും 15 കോടി വാങ്ങി പാർട്ടി വിട്ടുപോകുന്നവന്റെ മേൽ പൂക്കൾ വിതറാൻ കഴിയില്ല എന്നുമായിരുന്നു റാവത്തിന്റെ മറുപടി. റാവത്തിന് പിന്തുണയുമായി കോൺഗ്രസ് രംഗത്തെത്തിയപ്പോൾ സഭ്യേതരമായ ഭാഷ പ്രയോഗിച്ച റാവത്തിനെതിരെ ഷിൻഡെ പക്ഷവും BJPയും കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നു. പാർട്ടി തകർന്നതിന്റെ നിരാശയാണ് റാവത്തിന്റെ വാക്കുകളിലെന്നും ഹിന്ദുത്വയിൽ നിന്ന് ഉദ്ധവ് പക്ഷം മാറിയതാണ് എംപിമാരുടെ അതൃപ്തിക്ക് കാരണമെന്നും എതിർപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. അതേസമയം ശിവസേനയിലെ പിളർപ്പുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് മഹാരാഷ്ട്ര BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ ബാവൻകുലെ വ്യക്തമാക്കി. പയറ്റിത്തെളിഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ പാർട്ടി പിടിച്ചെടുക്കാനുള്ള ഏകനാഥ് ഷിൻഡെയുടെ നീക്കങ്ങൾക്ക് ഉദ്ധവ് താക്കറെ എങ്ങനെ തടയിടുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.